ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ത്യൻ സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വമ്പൻ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ അപ്ഡേറ്റുകളുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പുഷ്പ 2 എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ അടുത്തത് അഭിനയിക്കാൻ പോകുന്ന ചിത്രം. അതെ, ഷാരൂഖ് ഖാനെ നായകനാക്കി ജവാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഒരുക്കിയ ഹിറ്റ് മേക്കർ അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന ആ ബ്രഹ്മാണ്ഡ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. താൽക്കാലികമായി ആ സിനിമയെ AA22 A6 എന്ന് പേരിട്ടിരുന്ന ഈ ചിത്രത്തിൽ ബോളിവുഡ് സൂപ്പർ താരം ദീപിക പദുകോണാണ് നായികയായി എത്തുന്നത്. ഇതൊരു വെറും മാസ് മസാല പടമല്ല, മറിച്ച് 500 കോടിയിലധികം രൂപ ചെലവിട്ട് ഒരുക്കുന്ന ഒരു ഗ്ലോബൽ ലെവൽ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലറാണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ സിനിമയുടെ ഞെട്ടിക്കുന്ന കഥാപശ്ചാത്തലം, അല്ലു അർജുൻ്റെ 4 വ്യത്യസ്ത ഗെറ്റപ്പുകൾ, നായകന്മാരുടെ നീണ്ട നിര, റിലീസ് അപ്ഡേറ്റുകൾ എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 പേരുകളാണ് ഇന്ന് അല്ലു അർജുനും അറ്റ്ലിയും. അറ്റ്ലി എന്ന സംവിധായകൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. രാജാറാണിയിൽ തുടങ്ങി തെരി, മെർസൽ, ബിഗിൽ, അവസാനം ബോളിവുഡ് ബോക്സ് ഓഫീസ് തകർത്ത ഷാരൂഖ് ഖാൻ്റെ ജവാൻ തുടങ്ങി അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാണ്. തെന്നിന്ത്യൻ സ്റ്റൈലും ബോളിവുഡ് സ്കെയിലും എങ്ങനെ മിക്സ് ചെയ്യണമെന്ന് അറ്റ്ലിക്കറിയാം. മറുവശത്ത് അല്ലു അർജുനാകട്ടെ പുഷ്പയിലൂടെ പാൻ ഇന്ത്യ ലെവലിൽ തൻ്റെ താരമൂല്യം എന്താണെന്ന് തെളിയിച്ചും കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഒരു പൂരപ്പറമ്പ് തന്നെയാണ് സൃഷ്ടിക്കപ്പെടുക. ഈ സിനിമയിലെ ഏറ്റവും വലിയ ആകർഷണം ദീപിക പദുകോണിൻ്റെ സാന്നിധ്യമാണ്. അറ്റ്ലിയുടെ തന്നെ ജവാനിൽ അതിഥി വേഷത്തിലെത്തിയ ദീപിക തൻ്റെ ഭാഗ്യ നായികയാണെന്ന് അറ്റ്ലി അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അമ്മയായതിനു ശേഷം ദീപിക അഭിനയിക്കുന്ന ആദ്യ ചിത്രമായിരിക്കും ഇത്. അല്ലു അർജുനും ദീപികയും ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കുമെന്ന് 100% ഉറപ്പാണ്. സാധാരണ അറ്റ്ലി സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഹോളിവുഡ് റേഞ്ചിലുള്ള ഒരു സയൻസ് ഫിക്ഷൻ കഥയാണ് ഈ ചിത്രത്തിൻ്റേതെന്നാണ് പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ. പാരലൽ യൂണിവേഴ്സ്, ടൈം ട്രാവൽ എന്നീ ആശയങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഒരേ സമയം 2 വ്യത്യസ്ത ലോകങ്ങളിൽ നടക്കുന്ന കഥ. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ മാത്രമല്ല, ഗ്ലോബൽ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഹോളിവുഡിൽ നിന്നുള്ള മികച്ച VFX ടെക്നീഷ്യന്മാരാണ് ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അറ്റ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രത്തിന് വേണ്ടി താൻ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെടുകയാണെന്നും ഇതുവരെ കാണാത്ത വലിയൊരു വിസ്മയം ഒരുക്കുകയാണെന്നും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സസ്പെൻസ് ആണ്. ഈ സിനിമയിൽ അല്ലു അർജുൻ 1 2 അല്ല 4 വ്യത്യസ്ത വേഷങ്ങളാണ് എത്തുന്നതെന്നാണ് ഏറ്റവും പുതിയ ഗോസിപ്പോൾ വരുന്നത്. ഒരു മുത്തച്ഛൻ, അച്ഛൻ, 2 മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ 3 തലമുറകളെ വരെ അല്ലു അർജുൻ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. സംവിധായകൻ അറ്റ്ലി ആദ്യ 2 റോളുകൾക്ക് മാത്രമാണ് പ്ലാൻ ചെയ്തെന്നും എന്നാൽ കഥ കേട്ട അല്ലു അർജുൻ 4 റോളുകളും താൻ തന്നെ ചെയ്യാമെന്ന് ഏറ്റെടുക്കുകയുമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ സവിശേഷതകളും സൂപ്പർ ഹീറോ സ്യൂട്ട് പോലെയുള്ള വ്യത്യസ്തമായ ലുക്കും ഉണ്ടായിരിക്കും. ഇത് സത്യമാണെങ്കിൽ അല്ലു അർജുൻ ഫാൻസിന് ഇതൊരു ട്രിപ്പിൾ ഓർഡർ തന്നെയായിരിക്കും. ദീപിക പദുകോൺ മെയിൻ നായികയാണെങ്കിൽ സിനിമയിൽ വേറെയും 5 നായികമാർ ഉണ്ടെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്തെന്നാൽ പുഷ്പയിൽ അല്ലു അർജുൻ്റെ ശ്രീവല്യ എത്തിയ സാക്ഷാൽ രശ്മി മന്ദാന ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തുന്നു എന്നതാണ്. അതേ സുഹൃത്തുക്കളെ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള പവർഫുൾ കഥാപാത്രത്തെയാണ് രശ്മിക അവതരിപ്പിക്കുന്നത് എന്ന റൂമറുകൾ വരെ കേൾക്കാം. ഇവരെ കൂടാതെ ജാൻവി കപൂർ, മൃണാൾ താക്കൂർ, സായി പല്ലവി, അനുഷ്ക ശർമ്മ തുടങ്ങിയവർ ചിത്രത്തിൽ ഭാഗമാകുന്നു എന്ന് കേൾക്കുന്നു. ഇത്രയും വലിയൊരു താരത്തിന് വരുമ്പോൾ സിനിമയുടെ സ്കെയിൽ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിലിംഗ് ലോഞ്ച് ഏപ്രിൽ 8 അല്ലു അർജുൻ്റെ ജന്മദിനത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫുൾ ടീസറിന് പകരം ചിത്രത്തിൻ്റെ പാരലൽ യൂണിവേഴ്സ് കാണിക്കുന്ന വലിയൊരു VFX വീഡിയോ ആയിരിക്കും അന്ന് റിലീസ് ചെയ്യുക. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നാൽ 2026 അവസാനത്തോടെ ഷൂട്ടിംഗ് തീർത്ത് 2027 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുക. സംഗീത സംവിധായകൻ സായി അഭ്യങ്കറാണ് ചിത്രത്തിന് സംഗീതം നൽകുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയുമാണ് AA22 A6 കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഈ അല്ലു അർജുൻ അറ്റ്ലി ദീപിക കോംബോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 4 ഗെറ്റപ്പുകൾ അല്ലു അർജുനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.